ശരി കൂട്ടുകാരെ, ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് പഴങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് പഴങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഇംഗ്ലീഷിൽ അതിന് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ. വീട്ടിൽ അച്ഛനും അമ്മയും കഴിക്കെന്ന് പറഞ്ഞാലും കഴിക്കുന്നൊരു പഴങ്ങളാണ്. ഇഷ്ടത്തോടെ ഒരുപാട് പേര് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ ആദ്യത്തെ ഫ്രൂട്ട് ഏതാണെന്ന് നോക്കാമല്ലോ. ഓക്കെ, ഇത് ഏതാ ഫ്രൂട്ട് എന്നറിയാമോ? അതെ, ആപ്പിള് അല്ലേ. ആപ്പിൾ ചുവപ്പ് കളറ്, തുടുത്ത്, എന്ത് ഭംഗിയാണ് കാണാൻ. അത് ടേസ്റ്റും അടിപൊളിയാണ്. അതിനെപ്പറ്റി വേറൊന്നും കൂടിയും പറയുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു ആപ്പിൾ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വരില്ല. അത്രയും പോഷകമുള്ള ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ പറയാം. അടുത്തത് നോക്കാമല്ലോ. അടുത്തത് എല്ലാവർക്കും വേനൽക്കാലത്ത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണിത്, മാങ്ങ അല്ലേ. ഇംഗ്ലീഷിൽ അതിന് മാംഗോ എന്ന് പറയും. മാങ്ങ, പച്ച മാങ്ങയാണ് ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും. നല്ല ഉപ്പും മുളകും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. അതും പഴുത്ത മാങ്ങ മഞ്ഞ കളറിലാണ് ഉണ്ടാകുക. പഴുത്ത മാങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് വലുതായിട്ട് മാങ്ങയ്ക്ക് ഇഷ്ടം പോലെ ഇനങ്ങളുണ്ട്. ചെറിയ മാങ്ങ തൊട്ട് വലിയ മാങ്ങ, ഓരോ തരത്തിലും ഉണ്ട് മാങ്ങ അല്ലേ. അടുത്തത് നോക്കാലോ. ഇതേതാ പഴം? അതെ, ചക്ക അല്ലേ. ഇംഗ്ലീഷിൽ അതിന് ജാക്ക് ഫ്രൂട്ട് എന്ന് പറയും. ചക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. ചക്ക ഇഷ്ടമില്ലാത്ത ആരും ഇല്ല എന്ന് പറയാം. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ച കളറ്, വലിയൊരു പച്ച കളറ് ഫ്രൂട്ടാണത്. ഫുൾ മുള്ളായിട്ട്. ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ കളറ്, ഓരോ അല്ലിയായിട്ടാണ് കിട്ടുക. ആ അല്ലിൻ്റെ ഉള്ളിൽ ചെറിയ അതിൻ്റെ കുരു ഉണ്ടാവും അല്ലേ, സീഡ് ഉണ്ടാവും. അതാണ് ചക്ക. എല്ലാവർക്കും ഇഷ്ടമാണ് ചക്ക. അത് ചക്ക പഴഞ്ചക്കയായിട്ടുണ്ട്, വരിക്ക ചക്കയായിട്ടും ഉണ്ട്. അടുത്തത് എന്താണെന്ന് നോക്കുമല്ലോ. അടുത്തതാണ് സ്ട്രോബെറി അല്ലേ. സ്ട്രോബെറി നോക്കിയാൽ ചുവപ്പ്, എന്ത് ഭംഗിയാണ് കാണാൻ. കാണുമ്പോൾ തന്നെ അങ്ങ് എടുത്ത് കഴിക്കാൻ തോന്നുക. അത്രയും നല്ല അടിപൊളി, കാണാനും ഭംഗിയാണ്, ടേസ്റ്റും അടിപൊളിയാണ്. സ്ട്രോബെറിനെ കൊണ്ട് മെയിനായിട്ട് നമ്മൾ ഐസ്ക്രീംസ് ഉണ്ടാക്കും, പിന്നെ കുറേ സിറപ്സ് ഉണ്ടാക്കും. ഐസ്ക്രീമാണ് എല്ലാവർക്കും ഇഷ്ടം. സ്ട്രോബെറി ഐസ്ക്രീം എന്നാൽ പിന്നെ വേറെ ഒന്നും വേണ്ടായിരിക്കും. ശരി, അടുത്തത് എന്താണെന്ന് നോക്കാമല്ലോ. അതെ, ഇതാണ് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴത്തിന് നമ്മൾ ഈന്തപ്പഴം എന്നും പറയും. നേന്ത്രപ്പഴം ഭയങ്കര നല്ലതാണ് ശരീരത്തിന്. ഒരുപാട് പോഷകമുള്ളതാണ്. നേന്ത്രപ്പഴം എപ്പോഴും ദിവസവും കഴിക്കണം നിങ്ങൾ കേട്ടോ. അടുത്തത് എന്താണെന്ന് നോക്കാമല്ലോ. അടുത്തത് ഈത്തപ്പഴം. ഈത്തപ്പഴം എന്താ? ഈത്തപ്പഴം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. മരുഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം വളർത്തുന്നത്. നോമ്പ് കാലത്തൊക്കെ ഈത്തപ്പഴം വെച്ചാണ് നോമ്പ് തുറക്കുന്നത് അല്ലേ. ഈത്തപ്പഴത്തിന് ഒരുപാട് പോഷകമുണ്ട്, ഒരുപാട് ഇരുമ്പ് സത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം വളരെ നല്ലതാണ് ശരീരത്തിന്. അടുത്തത് എന്താണെന്ന് നോക്കിയേ. അടുത്തത് പപ്പായ. പപ്പായൻ്റെ കളറ് ഓറഞ്ചുണ്ട്, മഞ്ഞയുണ്ട്, എല്ലാം കൂടി ഉണ്ട്. ചെറിയ പപ്പായ, വലിയ പപ്പായ എല്ലാം ഉണ്ടെന്ന് പറയാം. നല്ല ടേസ്റ്റാണ്, വേറെ ഒന്നും കൂട്ടണ്ട. നല്ല മധുരമുള്ളൊരു പഴമാണ് പപ്പായ അല്ലേ. അടുത്തതായി നമ്മൾ നോക്കുന്നത് പേരയ്ക്ക. പേരയ്ക്ക നോക്കിയാൽ 2 കളറുണ്ട്. ഒന്ന് ഉള്ളിൽ ചുവന്ന കളറുള്ള പേരയ്ക്കുണ്ട്, ഒന്ന് വെള്ള കളർ പേരയ്ക്കുണ്ട്. സാധാരണ ഡോക്ടർമാർ പറയുന്നത് ഒരു പേരയ്ക്കയ്ക്ക് 10 ആപ്പിളിൻ്റെ ഗുണമുണ്ടെന്നാണ്. നമ്മളെ നാട്ടിലും വീട്ടിലൊക്കെ വളർത്താവുന്നതാണ് പേരയ്ക്ക. ഇഷ്ടം പോലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടെന്ന് പറയാം അല്ലേ. അടുത്തത് എന്താ? അടുത്തത് സപ്പോട്ട. സപ്പോട്ട നോക്കിയേ, ഫുൾ കാപ്പി കളറാണ്. പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമാണ്, തേന് പോലത്തെ ടേസ്റ്റാണ് സപ്പോട്ടയ്ക്ക് അല്ലേ. സപ്പോട്ട. അടുത്തത് എന്താ നോക്കിയേ. തണ്ണിമത്തൻ. തണ്ണിമത്തൻ്റെ പ്രത്യേകത എന്താ? തണ്ണിമത്തൻ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് വേനൽക്കാലത്തെ ചൂടാണ് അല്ലേ. വേനൽക്കാലത്ത് ചൂട് സമയത്ത് നല്ല തണുത്ത തണ്ണിമത്തൻ്റെ ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. തണ്ണിമത്തൻ അതിൻ്റെ പേര് പോലെ തന്നെ അത് ശരീരത്തിന് ഒരുപാട് എനർജി തരുന്നൊരു ഫ്രൂട്ടാണെന്ന് പറയാം. നല്ല വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് നമ്മളെ ശരീരത്തിലെ വെള്ളം ഊറിപ്പോയാലും തണ്ണിമത്തൻ്റെ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ വെള്ളം നിലനിൽക്കുന്ന പറയാം. തണ്ണിമത്തനെല്ലാം എല്ലാവരും കഴിക്കണം കേട്ടോ. അടുത്ത് നോക്കുന്നത് മുന്തിരി.
മുന്തിരി എല്ലാവർക്കും ഇഷ്ടമല്ലേ? മുന്തിരി 2 കളറിലുണ്ട്. ഒന്ന് പച്ച കളറ്, ലൈറ്റ് പച്ച കളറും, പിന്നെ ഒന്ന് ഒരു കറുപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് വയലറ്റ് കളർ എന്ന് പറയാം. മുന്തിരി എല്ലാവർക്കും ഇഷ്ടമാണ്. ചില മുന്തിരി പുളിക്കും, ചില മുന്തിരി നല്ല മധുരം ഉണ്ടാവും അല്ലേ? അടുത്തെന്താ നോക്കിയേ? പ്ലംസിൻ്റെ ഇതൊക്കെ ചുവന്ന് നല്ല മധുരമുള്ളതാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റും പ്ലംസ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ് പ്ലംസ്. അടുത്തെന്താ നോക്കിയേ? അടുത്തത് സാത്തുക്കുടി എന്ന് പറയുന്നത് എന്താ? ഓറഞ്ച് പോലെ തന്നെ ഉള്ള ഒന്നാണ് സാത്തുക്കുടി എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര കട്ടിയാണ്. അതിൻ്റെ തൊലി ഉരിക്കാൻ ഭയങ്കര കഷ്ടമാണ്. ഓറഞ്ച് പോലെ വേയൊന്നും ഉലിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനാണ് അല്ലേ? ജ്യൂസ് കുടിക്കാൻ. അതും ഞാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ അംശം ഒരുപാടുള്ളതാണ് സാത്തുക്കുടി. അടുത്തെന്തെന്നൊക്കെ? പൈനാപ്പിളിൻ്റെ പുറത്ത് മൊത്തം ഭയങ്കര തൊലി, കട്ടിയുള്ളൊരു തൊലിയാണ്, മുള്ളു പോലെയാണ് ഉണ്ടാവുക. അത് ഉരിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ ഉരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്വാദുള്ളൊരു ഫ്രൂട്ടാണ് കിട്ടുന്നത് പൈനാപ്പിൾ അല്ലേ? എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ നിറമാണെങ്കിലോ മഞ്ഞ കളർ നിറമാണ്. ഓക്കെ കൂട്ടുകാരിപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സിനെ പറ്റി കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുള്ളത്, എന്തൊക്കെ നിറത്തിലാണ് അതുള്ളത്, എത്രത്തോളം സ്വാദുള്ളതാണ്, എത്രത്തോളം ശരീരത്തിന് നല്ലതാണെന്നൊക്കെ പഠിച്ച് അല്ലേ? ശരി കൂട്ടുകാരെ, ഇപ്പം നമ്മൾ ഇതുവരെയ്ക്കും പഴങ്ങളെ പറ്റി കണ്ടിട്ടുണ്ട്, ഒരുപാട് ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചണോന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ടെസ്റ്റ് വെക്കാൻ പോവാം. ഇപ്പോൾ ഓരോ പിക്ചറായിട്ട് കാണിക്കും. ഓരോ ഫോട്ടോയിലും ഏത് പഴത്തിനെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പറയണം. അപ്പം ആദ്യത്തെ പിക്ചർ നോക്കാം. ഇത് ഏത് ഫ്രൂട്ടിൻ്റെയാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചുവന്ന് തുടുത്തിട്ടുള്ള ആപ്പിൾ അല്ലേ? എന്താ അത്? ആപ്പിൾ. ശരി, അടുത്തത് നോക്കാലോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും വേനൽക്കാലത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് ഈ ഒരു ഫ്രൂട്ട്, തണ്ണിമത്താൻ അല്ലേ? തണ്ണിമത്തൻ. ശരി, അടുത്ത് നോക്കാലോ. ഇത് ഞാൻ പറഞ്ഞു, പഴുത്തതായിട്ടും ഇഷ്ടമാണ്, പച്ചയായിട്ടും ഇഷ്ടമാണ്. പച്ചയായിരിക്കുമ്പോൾ ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കുന്നത് മാങ്ങ അല്ലേ? മാങ്ങ. അടുത്തതെന്താ നോക്കാലോ. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ഭംഗിയാണ്. സ്ട്രോബെറി അല്ലേ? സ്ട്രോബെറി. അടുത്തത് നോക്കാലോ. ഇതിനെപ്പറ്റി 2 കളറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 നിറത്തിലാണ് ഇതുള്ളത്. ഒന്ന് പച്ചയും ഒന്ന് കറുപ്പും. അതെ, മുന്തിരി. ഇംഗ്ലീഷിൽ അതിന് ഗ്രേപ്സ് എന്ന് പറയുന്നത് അല്ലേ? അടുത്തത് നോക്കാലോ. ഞാൻ പറഞ്ഞു, പുറത്ത് മൊത്തം കാപ്പി കളറായിട്ട് കഴിക്കുമ്പോൾ തേനിൻ്റെ ടേസ്റ്റ് വരുന്ന പോലത്തെ ഒരു ഫ്രൂട്ടാണിത്. എന്താ? സപ്പോട്ട അല്ലേ? ശരി, അടുത്തത് നോക്കാം. ഒന്നാലോചിക്കേ, ഇത് നമ്മൾ എല്ലാവരും കഴിക്കുന്നതാണ്, ദിവസം കഴിക്കുന്നതാണ്. അതെ, നേന്ത്രപ്പഴം അല്ലേ? നേന്ത്രപ്പഴം. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ബനാന എന്നും പറയുന്നുണ്ട്. അടുത്തത് എന്താ നോക്കാലോ. ഒന്നാലോചിക്കേ, ചെറിയ ചുവന്ന പ്ലംസ് അല്ലേ? എന്താ? പ്ലംസ്. ശരി, അടുത്തെന്താ നോക്കാലോ. ഒന്നാലോചിച്ചൊക്കെ എന്താ അത്? ഞാൻ പറഞ്ഞു, പുറത്തൊക്കെ മുള്ളു പോലെയാണ് ഉണ്ടാവുക, തൊലി ഉരിക്കാൻ പാടാണ്. പക്ഷെ തൊലി ഉരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനെന്ന് പറഞ്ഞത്. അതെ, പൈനാപ്പിൾ അല്ലേ? പൈനാപ്പിൾ. അടുത്തത് നോക്കിയേ, അതിൻ്റെ കളറ് പോലെ തന്നെയാണ് അതിൻ്റെ പേരും, ഓറഞ്ച് അല്ലേ? ഓറഞ്ച്. ശരി, അടുത്തെന്താ നോക്കിയേ. ഞാൻ പറഞ്ഞ അത് 2 നിറത്തിലുണ്ട്. ഒന്ന് റോസ് കളറിലുണ്ട് ഉള്ളിൽ, ഒന്ന് വെള്ള കളറിലുണ്ട്. പേരയ്ക്ക അല്ലേ? എന്താ പറഞ്ഞേ? പേരയ്ക്ക. ശരി, അടുത്തെന്താ നോക്കിയേ.
നമ്മളിത് ജ്യൂസ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. കാണാൻ ഓറഞ്ച് പോലെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, എന്താ അത്? സാത്തുക്കുടി. എന്താ അത്? സാത്തുക്കുടി. ഓക്കെ കൂട്ടുകാരെ, എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാത്തിനും ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ എല്ലാ ഫ്രൂട്ട്സും നോക്കിയിട്ടുണ്ട് അല്ലേ?